ശരിയെന്നാ. പക്ഷേ ഇതിനെപ്പറ്റി ആദ്യം നിങ്ങൾ എന്റെ അമ്മയോട് സംസാരിക്കുക. എനിക്കെല്ലാം എന്റെ അമ്മയാണ്. എനിക്ക് അമ്മ ഓക്കെ പറഞ്ഞാൽ മതി. അതുകൊണ്ട് ആദ്യം അമ്മയോട് സംസാരിച്ച് സമ്മതിപ്പിക്കാൻ നോക്ക്. ശരി, സംസാരിക്കാം. എന്താ കാര്യം മോനെ, പറയേ. ആൻറ്റി, എനിക്ക് നിങ്ങളുടെ മോളെ ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളുടെ മോളെ കെട്ടിച്ചു തരാൻ പറ്റുമോ? ഇത് നോക്കു മോനെ, നിങ്ങൾ ഈ ഏരിയയിലെ കോടീശ്വരന്മാരാണ്. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വാടകക്കാരും. എന്റെ മകളെ നീ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാ നിന്റെ വീട്ടിലുള്ളവർ സമ്മതിക്കോ? ആൻറ്റി, നിങ്ങൾ അതോർത്ത് പേടിക്കൊന്നും വേണ്ട. എനിക്ക് നിങ്ങളുടെ മോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ എല്ലാവരും ഓക്കെ പറഞ്ഞേക്കും. നിങ്ങൾ വെറുതെ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കൊന്നും വേണ്ട. ഈ കല്യാണത്തെക്കുറിച്ച് നിങ്ങളുടെ മോളോട് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. അവർ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഓക്കെ ആണെന്ന് പറഞ്ഞ്. നിങ്ങൾക്കതിന് സമ്മതമാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം ആൻറ്റി. അങ്ങനെയാണോ? ശരി മോനെ, എനിക്കൊരു 2 ദിവസം സമയം വേണം. എനിക്കിതിനെപ്പറ്റി നന്നായി ഒന്ന് ആലോചിക്കണം. ആൻറ്റി, നിങ്ങൾ നല്ലോണം ആലോചിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ. നിങ്ങളുടെ ഉത്തരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാം. എന്നെ പറ്റിക്കരുത്. ശരി മോനെ, ഞാൻ പറയാം. ഇത് നോക്കു മോനെ, ഞാൻ നന്നായി ആലോചിച്ചു നോക്കി. നിന്നെയും എന്റെ മോളെയും തമ്മിൽ കല്യാണം കഴിപ്പിച്ചാ അത് നന്നായിരിക്കും. പക്ഷേ ഞങ്ങളൊരു ചെറിയ പ്രോബ്ലത്തിലാണുള്ളത്. ആണോ? എന്താ പ്രോബ്ലം? ഞാന് 1 വർഷം മുമ്പ് ഒരാളുടെ കയ്യിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. അതിപ്പോ പലിശയും കൂടി ചേർത്ത് 15 ലക്ഷം ആയിരിക്കുന്നു. അദ്ദേഹം ഇപ്പൊ പെട്ടെന്ന് മുഴുവൻ പണവും വേണമെന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ച് പൈസ വരാനുണ്ട്, ഒരു 6 മാസം സമയം തരുമെന്ന് ചോദിച്ചു നോക്കി. എന്നാൽ അദ്ദേഹം ഉടനെ എന്റെ മുഴുവൻ പണം തിരിച്ചു വേണം, അല്ലെങ്കിൽ നിന്റെ മകളെ എനിക്ക് കല്യാണം കഴിച്ചതായെന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. പെട്ടെന്ന് 15 ലക്ഷം റെഡിയാക്കണമെങ്കിൽ ഞാൻ എങ്ങനെയാ മോനെ റെഡിയാക്കുന്നത്? അതുകൊണ്ട് അദ്ദേഹം ചോദിച്ച പോലെ എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്താലോ എന്ന് ആലോചിക്കുക. എന്നാ കറക്റ്റായിട്ട് ആ സമയത്താണ് നീ വന്ന് എന്റെ മകളെ വളരെ ഇഷ്ടമാണ്, കല്യാണം കഴിച്ചു തരുമെന്ന് ചോദിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും നിന്നെ വളരെ ഇഷ്ടമായിട്ടുണ്ട്. നിന്നെ കല്യാണം കഴിച്ച എന്റെ മോളുടെ ജീവിതം സന്തോഷമായിരിക്കും. പക്ഷേ എനിക്ക് കടം തന്നവരോട് എന്തു മറുപടിയാ പറയേണ്ടതെന്നാ എനിക്കറിയാത്തത്. അതുകൊണ്ടാണ് നീ എന്നോട് ചോദിച്ചപ്പോ എനിക്കൊരു 2 ദിവസം സാവകാശം തരാൻ ഞാൻ നിന്നോട് ചോദിച്ചത്. പുറത്തുനിന്ന് എവിടുന്നെങ്കിലും കടം വാങ്ങി അദ്ദേഹത്തിന്റെ 15 ലക്ഷം കൊടുത്ത് നിനക്ക് എന്റെ മോളെ കല്യാണം കഴിച്ചു തരാമെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ എന്തു ചെയ്യാനാ, ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പണം കിട്ടിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് എനിക്ക് അറിയുന്നില്ല. ശരി ആൻറ്റി, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ മോൾക്ക് വേണ്ടി ഈ പണം മുഴുവനും ഞാൻ തന്നെ തന്നേക്കാം. ആ കാശ് നിങ്ങൾ കടം വാങ്ങിയില്ലേ, അവരോട് തിരിച്ചു കൊടുത്തേക്ക്. ഇത് നോക്ക്, നീ പറഞ്ഞ പോലെ എനിക്ക് ആ 15 ലക്ഷം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയി അയാൾക്ക് കൊടുക്കാനുള്ള ആ 15 ലക്ഷം കൊടുത്തിട്ട് പിന്നീട് ഒരു പേടിയില്ലാതെ നിനക്ക് എന്റെ മോളെ സന്തോഷത്തോടെ കല്യാണം കഴിപ്പിച്ചു തരാം. കാരണം നിന്നെപ്പോലൊരു ചെറുക്കനെ കിട്ടാൻ ഞങ്ങൾ വലിയ പുണ്യം ചെയ്തിരിക്കണം. താങ്ക്സ് ആൻറ്റി. എനിക്ക് ഈ പണം റെഡിയാക്കാൻ 1 ആഴ്ച സമയം വേണം. അപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെങ്കിലും ഈ 15 ലക്ഷം റെഡിയാക്കി തന്നേക്കാം. ശരി മോനെ, അയാളോട് പറഞ്ഞു നോക്കാം. ശരി ആൻറ്റി. ആ ശരി, എങ്ങനെയെങ്കിലും ഞാൻ ആ പൈസ തിരിച്ചു തന്നേക്കാന്നേ. പറ്റില്ല, എന്റെ മകളെ ഒന്നും നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാൻ പറ്റില്ല. നിങ്ങളുടെ പണം ഞാൻ 2 ദിവസം കൊണ്ട് തന്നേക്കാം. ഇല്ലെന്നേ, തീർച്ചയായും എന്റെ മകളെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ മുഴുവൻ പൈസയും 2 ദിവസം കൊണ്ട് തന്നേക്കാം. അത് വാങ്ങി ദയവ് ചെയ്ത് ഞങ്ങൾ വിട്ടേക്ക്. എന്റെ മകൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. എനിക്കും എന്റെ മകൾക്കും ആ ചെറുക്കനെ വളരെ ഇഷ്ടമായി. അതുകൊണ്ട് ഇനി കല്യാണത്തെ പറ്റി പറയണ്ട. അയ്യോ, വാ മോനെ. ഫോണില് ആരായിരുന്നു ആൻറ്റി? അത് ഞാൻ ഒരാളോട് കടം വാങ്ങിയെന്ന് പറഞ്ഞിരുന്നില്ലേ, അയാളാണ് എനിക്ക് ഫോൺ ചെയ്തത്. അയാളുടെ കാശ് 2 ദിവസം കൊണ്ട് തിരിച്ചു തന്നേക്കാന്നാ പറഞ്ഞ്. ആണോ? താങ്ക്സ് ആൻറ്റി. ശരി, അകത്തേക്ക് വാ മോനെ, സംസാരിക്കാം. വാ മോനെ, ഇവിടെ വന്നിരിക്കെ. ആൻറ്റി, ഇതിൽ 15 ലക്ഷം കാശുണ്ട്. നിങ്ങൾ ആ കൊടുക്കാനുള്ളവരെ വിളിച്ച് ഈ കാശ് മൊത്തം കൊടുത്തേക്ക്. അങ്ങനെയാണോ?
അയ്യോ. ആ. ആ, പണം കറക്റ്റ് ആയിട്ടുണ്ട്. ഉം. ഞാൻ നാളെ തന്നെ ഈ പണം കൊണ്ടുപോയി കൊടുത്തേക്കാം. ഉം. ശ്വേതേ, ഉം? ശ്വേതേ, ആ വരുന്നു അമ്മേ. എന്താ അമ്മ വിളിച്ചേ? വാ മോളെ വന്നിരിക്കെ. ഉം. ശ്വേതേ, ഇതാണ് നമ്മുടെ ഹൗസ് ഓണറിന്റെ മകൻ. നിനക്കറിയില്ലേ? ആ, നന്നായിട്ട് അറിയാമേ. ഇവർക്കാണ് നിന്നെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് സമ്മതല്ലേ? അമ്മേ, അമ്മ ആരെ ചൂണ്ടിക്കാണിച്ചാലും ഞാൻ കല്യാണം കഴിക്കും അമ്മേ. കണ്ടില്ലേ മോനെ, ഉം. എന്റെ മോക്ക് എന്നോട് എത്ര സ്നേഹാന്ന്. ഉം. എന്റെ മോള് ഒരിക്കലും ഞാൻ പറഞ്ഞത് ധിക്കരിക്കാറേ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മോളെ ഇഷ്ടമായത്. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് എനിക്ക് കാണണം. ഉം. ഉം. എത്രയും പെട്ടെന്ന് ഒരു നല്ല മുഹൂർത്തം നോക്കി ഞാൻ നിങ്ങളുടെ കല്യാണം നടത്തി തന്നേക്കാം. നിങ്ങളുടെ അമ്മയോട് ഇതിനെപ്പറ്റി സംസാരിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്തേക്കാം. ഇത് നോക്കു മോനെ, എന്റെ മോള് ശരിക്കും നല്ല കുട്ടിയാ. ഇന്നു മുതല് എന്റെ മോളെ നീയാണ് ഭദ്രമായിട്ട് നോക്കേണ്ടത്. ഞാൻ നോക്കിക്കോളാം ആൻറ്റി. ഞാൻ ഇപ്പം തന്നെ ഇതിനെക്കുറിച്ച് വീട്ടിലെല്ലാവരോടും സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേർക്കും കല്യാണം കഴിപ്പിച്ച് തരാൻ പറയാം. എന്താ അത്? 2 ദിവസമായല്ലോ വീട് പൂട്ടിക്കിടക്കുന്നു. ശരി, ആൻറ്റിയെ ഒന്ന് വിളിച്ചു നോക്കാം. The number you have dialed is currently switched off. Please try after some time. താങ്കൾ വിളിക്കുന്ന വ്യക്തി സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതെന്തിനാ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ? രണ്ടുപേരും എങ്ങോട്ടാ പോകുന്ന ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഒരുപക്ഷെ ആ കടം കൊടുത്തവന് കാശ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കോ? അങ്ങനെ പോവുകയാണെങ്കിലും എന്നോട് പറഞ്ഞിട്ട് പോയായിരുന്നില്ലേ? എന്തായിരിക്കും? എന്തുകൊണ്ടാണ് എന്നോട് പറയാതെ പോയത്? ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. അയ്യോ, ഇവരുടെ വാക്കും വിശ്വസിച്ച് 15 ലക്ഷം കൊടുത്തും പോയി. ഇതിപ്പോൾ അമ്മ അറിഞ്ഞ ആകെ പ്രശ്നമാവുമല്ലോ. ഒരുപക്ഷെ രണ്ടുപേരും ചേർന്ന് എന്നെ പറ്റിച്ചതായിരിക്കോ? രണ്ടുപേരുടെ നമ്പരും സ്വിച്ച് ഓഫ് ആണല്ലോ. കെട്ടിച്ചിരാന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് 15 ലക്ഷം അടിച്ച് മാറ്റിയല്ലോ.